ശ്രീ സണ്ണിയം കബിക്കാട്, ഇപ്പോൾ ആരോഗ്യമന്ത്രി ബിന്ദുവിന്റെ വീട്ടിലെത്തി സഹായം ഉറപ്പ് നൽകിയതോടുകൂടി അക്കാര്യത്തിൽ ആ കുടുംബത്തിനും ഒരു ബുദ്ധിമുട്ടുണ്ട്. അവരെ സംബന്ധിച്ച് ആ സഹായം വാങ്ങേണ്ടതുണ്ട്, മകളുടെ ചികിത്സ നടക്കേണ്ടതുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളിലൊക്കെ സർക്കാരിന് കയ്യിൽ നിന്ന് ഉറപ്പ് കിട്ടുമ്പോൾ മന്ത്രി രാജിവെക്കേണ്ടതില്ല എന്നൊരു പ്രതികരണം അവർ പറയുന്നു. അങ്ങനെ നിസ്സഹായതയിൽ നിന്നും ഒരു കുടുംബം നടത്തുന്ന പ്രതികരണത്തോടു കൂടി ആ വിഷയം അവിടെ അവസാനിപ്പിച്ചു എന്നാണ് സർക്കാർ പറയുന്നു. അങ്ങനെ അവസാനിക്കുന്ന ഒരു വിഷയമാണോ ഇത്? എന്താണ് യഥാർത്ഥത്തിൽ കഴിഞ്ഞ 4 ദിവസമായി കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം? ഇവിടെ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്, ഈ ചർച്ച തന്നെ കേട്ടിരിക്കുമ്പോൾ മറ്റെന്തോ കാര്യമാണ് കേരളം ചർച്ച ചെയ്യുന്നതാണ് എനിക്ക് മനസ്സിലാവുന്നത്. യഥാർത്ഥത്തിൽ എന്താണ് കേരളത്തിൽ ഈ വിഷയം ഇതുപോലെ തെരുവ് സമരമായി വികസിക്കാനുണ്ടായ സാഹചര്യം എന്താണ്? മെഡിക്കൽ കോളേജിലെ ഒരു കെട്ടിടം, അതൊരു പഴയ കെട്ടിടമാണ്, അത് തകർന്നു വീഴുന്നു. ആളുകൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നു. 3 പേർക്ക് പരിക്ക് പറ്റുന്നു. 2 മന്ത്രിമാർ അവിടെ വരുന്നു, VN വാസവനും മന്ത്രി വീണ ജോർജും. 2 പേർ അവിടെ വന്ന് അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അത് ഉപേക്ഷിക്കപ്പെട്ട കെട്ടിടമാണ്, അവിടെ ഒരു പ്രശ്നവുമില്ല, അവിടെ വേറെ കാര്യങ്ങളൊന്നുമില്ല, 3 പേർക്ക് നിസ്സാരമായ പരിക്ക് പറ്റിയിട്ടൊരു പ്രസ്താവന ഇറക്കുന്നതോടെ രക്ഷാപ്രവർത്തനം യഥാർത്ഥത്തിൽ മന്ദീഭവിക്കുന്നുണ്ട്. ഒരു മന്ത്രി എന്ന നിലക്ക് വീണ ജോർജ് പറഞ്ഞത് ശരിയാണ്, ധാർമ്മികമായി ശരിയാണോ എന്നുള്ളതാണ് ചോദ്യം. അത് ആയിരക്കണക്കിന് പേര് വന്നു പോകുന്ന, അപരിചിതർ വന്നു പോകുന്ന ഒരു സ്ഥലമാണ് മെഡിക്കൽ കോളേജ്. അവിടെ കെട്ടിടം ഇടിഞ്ഞു വീണ ആളുകൾ ഓടി രക്ഷപ്പെട്ടെങ്കിൽ ഒരാളെങ്കിലും അതിനകത്ത് കുടികിടക്കാൻ സാധ്യതയുണ്ടെന്ന് കാണണം നമ്മൾ. ആരെങ്കിലും ഉണ്ടാവാം, ചിലപ്പോൾ ഇല്ലായിരിക്കാം, പക്ഷെ പരിശോധിക്കാനുള്ള ഉത്തരവാദിത്വം എന്തുകൊണ്ട് മന്ത്രി ഏറ്റെടുത്തില്ല എന്നതാണ് ചോദ്യം. അത് മന്ത്രിയുടെ ഉത്തരവാദിത്വമാണത്. ഉദ്യോഗസ്ഥൻ പറയുന്ന കാര്യം മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയാനല്ല ഒരു മന്ത്രി, മറിച്ച് വിവേകപൂർവ്വം തീരുമാനമെടുത്ത് ആ സംവിധാനം പ്രവർത്തിപ്പിച്ച് വളരെ പെട്ടെന്ന് തന്നെ രക്ഷാപ്രവർത്തനം നടത്തി അതിൽ ആരും കുടുങ്ങിയിട്ടില്ല എന്ന് ഉറപ്പുവരുത്തണം. അതിനാണ് മന്ത്രിയെ നമ്മൾ നിയോഗിച്ചിട്ടുള്ളത്. ആ മന്ത്രി തന്നെ അതിന് നേർ വിപരീതമായൊരു പ്രസ്താവന ഇറക്കിയതോടെയാണ് ഈ സംഗതി, ആ മരണം ഒരു വിവാദമാകുന്നത് നമ്മൾ കാണണം. എന്തിനായിരിക്കും മന്ത്രി അങ്ങനെ പറഞ്ഞത്? മാത്രവുമല്ല, 2.5 മണിക്കൂറിന് ശേഷം ബിന്ദുവിൻ്റെ ഡെഡ് ബോഡി അവിടുന്ന് കണ്ടെടുക്കുമ്പോഴും മന്ത്രി അതിൽ ഖേദം പ്രകടിപ്പിക്കുന്നില്ല. മറിച്ച് അവർ പറയുന്നത് അവിടെ യാതൊരു തരത്തിലുള്ള തടസ്സവും ഉണ്ടായില്ല, അവിടെ യന്ത്രം കയറ്റിക്കൊണ്ടുവരാനുള്ളൊരു തടസ്സം മാത്രമേ ഉണ്ടായുള്ളൂ എന്ന് വീണ്ടും നുണ പറയുകയാണ്. ഇതൊരു അധാർമികമായൊരു കാര്യമാണ് എന്തിൻ്റെ പേരിലായാലും. അപ്പോൾ അവർ പറയുന്നൊരു കാര്യം, കേരളത്തിലെ ആരോഗ്യ മേഖല നമ്പർ 1 ആണെന്ന് കേന്ദ്രത്തിൻ്റെ നീതി ആയോഗ് വരെ സമ്മതിച്ചിരിക്കെ ആ ആരോഗ്യ മേഖലയെ തകർക്കാൻ വേണ്ടിയാണ് ഈ കാര്യം നടക്കുന്നതെന്ന്. അതൊരു വ്യാജ്യമായ ഒരു അതിവാദമാണ്. അതല്ല യഥാർത്ഥം. അവിടെ യഥാർത്ഥത്തിൽ ഒരു ദുരന്തം സംഭവിച്ചിരിക്കുന്നു, അത് സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു. ആ കാര്യത്തിൽ ടൈംലി ആയിട്ട് ഇടപെടുന്നതിൽ മന്ത്രി വീണ ജോർജ് പരാജയപ്പെട്ടിരിക്കുന്നു. അതാണ് വലിയ തോതിലുള്ള പ്രതിഷേധം ഉണ്ടാകുവാൻ കാരണം. പിന്നെ ഭരണപക്ഷ യുക്തികളാണ് പിന്നെ പ്രവർത്തിക്കുന്നത്. മന്ത്രി രാജിവെക്കണമെന്ന് സ്വാഭാവികമായും പ്രതിപക്ഷം ആവശ്യപ്പെടും. പ്രതിപക്ഷം ആവശ്യപ്പെട്ടോടത്തെല്ലാം മന്ത്രി രാജിവെച്ചിട്ടൊന്നുമില്ല. ഇവിടെ നിന്നല്ല, ഒരു സ്ഥലത്തും ചിലപ്പോൾ രാജിവെക്കാം, ചിലപ്പോൾ രാജിവെക്കാതെ. അതൊക്കെ പ്രതിപക്ഷ താല്പര്യങ്ങളുടെ ഏറ്റുമുട്ടലാണ്. ഇവിടുത്തെ സംഭവം ഈ കെട്ടിടത്തിൻ്റെ ഉപേക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്ന ഈ കെട്ടിടം തുറന്നുപയോഗിച്ചിരിക്കുന്നു. ഇത് യാതൊരു ഉത്തരവാദിത്വമില്ല, ആർക്കും ഉത്തരവാദിത്വമില്ല. ആർക്കാണ് ഇതിൻ്റെ ചുമതലയുള്ളത്? ആ ചുമതല വഹിക്കേണ്ട ആളത് ചെയ്തില്ലേ? അതല്ലേ മന്ത്രി പരിശോധിക്കേണ്ടത്? ആ സംവിധാനം ശരിയാക്കേണ്ടതിന് പകരം സിസ്റ്റം തകരാറാണെന്ന് പറയാൻ മന്ത്രിക്ക് എന്താ അവകാശമാണുള്ളത്? മന്ത്രിയെ തിരഞ്ഞെടുത്തിരിക്കുന്ന സിസ്റ്റത്തിന് തകരാറുണ്ടെങ്കിൽ അത് പരിഹരിക്കാനാണ്. ഈ സിസ്റ്റത്തിന് തകരാറുണ്ടെന്ന് പറയാതിരിക്കേണ്ട ഉത്തരവാദിത്വം മന്ത്രിക്കുണ്ട്. ബാക്കിയുള്ളവർക്ക് പറയാം സിസ്റ്റം തകരാറാണെന്ന്, പക്ഷെ മന്ത്രി അങ്ങനെ പറയാൻ പാടില്ല. മന്ത്രിക്കാണ് അതിൻ്റെ ചാർജ്. സിസ്റ്റം തകരാറുണ്ടെങ്കിൽ അത് പരിഹരിച്ചെടുക്കുക എന്നതാണ് കേരളം ആഗ്രഹിക്കുന്ന കാര്യം. ഇതിൻ്റെ പേരിൽ മന്ത്രി വീണയെ തൂക്കിക്കൊള്ളണമെന്നോ ഒന്നുമല്ല കേരളം ആഗ്രഹിക്കുന്നത്. കേരളം ആഗ്രഹിക്കുന്നൊരു കാര്യം, ഈ കാര്യത്തിൽ ടൈംലി ആയിട്ട് ഇടപെടുന്നതിൽ മന്ത്രി അത് സമ്മതിച്ചത് കൊണ്ട് ആകാശമൊന്നും ഇടിഞ്ഞു വീഴാൻ പോകുന്നില്ല. ഒരുപക്ഷെ അവർക്കുള്ള ഇമേജ് വർദ്ധിക്കുമായിരുന്നു എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. രണ്ടാമതൊരു കാര്യം, ഡോക്ടർ ഹാരിസ് ചില അപര്യാപ്തതകൾ ചൂണ്ടിക്കാണിക്കുന്നു. ആദ്യഘട്ടത്തിൽ പൊതുവിൽ സ്വീകരിക്കപ്പെടുന്നു. വളരെ പെട്ടെന്ന് തന്നെ ഹൈദരാബാദിൽ നിന്ന് യന്ത്രങ്ങൾ പാർട്സ് കൊണ്ടുവരുന്നു. അത് ഓപ്പറേഷൻ ഉപയോഗിച്ചതിന് ശേഷം
ഡോക്ടർ ഹാരിസ് ചെയ്തത് ശരിയായില്ല എന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുന്നു. അതേ തുടർന്ന് പിന്നെ ഹാരിസിനെതിരെ വളരെ വലിയ, യഥാർത്ഥത്തിൽ വളരെ മോശപ്പെട്ട പരാമർശങ്ങൾ നിറയുകയായിരുന്നു. ഈ ഹാരിസ് പറഞ്ഞതിൽ എന്താണ് ഒരു കുഴപ്പം? ഹാരിസ് പറഞ്ഞത് അവിടെ ചില അപര്യാപ്തതകളാണ് പറഞ്ഞത്. അത് ഞങ്ങളിതാ പരിഹരിച്ചിരിക്കുന്നു എന്ന് മന്ത്രി വീണ ജോർജോ പിണറായി വിജയനോ പറഞ്ഞാൽ എന്താണ്, ആകാശം ഇടിഞ്ഞു വീഴുമോ? പരിഹരിച്ചിരിക്കുന്നു, അവിടെ ഓപ്പറേഷൻ സ്മൂത്തായി നടന്നു എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിനോടുള്ള പ്രതിപത്തി, ബഹുജനങ്ങളുടെ പ്രതിപത്തിയും ആദരവും കൂടുകയല്ലേ ചെയ്യുന്നത്? ഇവരെന്ത് ഇമേജിനെ കുറിച്ചാണ് ഇവർ പറയുന്നത്? തകർന്നു പോകുന്ന ഏത് ഇമേജിനെ കുറിച്ചാണ് പറയുന്നത്? അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ഭരണകൂടത്തിന് നേതൃത്വം കൊടുക്കുന്നവർ ഉത്തരവാദിത്തപൂർവ്വം പെരുമാറാത്തത് കൊണ്ടാണ് ഈ പ്രതിപക്ഷവും ഈ പറയുന്ന BJP അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഈ തെരുവിൽ സമരവുമായി രംഗത്തുള്ളത്. അതിനുള്ള ഗ്രൗണ്ട് ഉണ്ടാക്കി കൊടുത്തത് ഈ മന്ത്രിയുടെ നിരുത്തരവാദപരമായ പ്രസ്താവനയാണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അത് മന്ത്രിക്കെതിരെ നടക്കുന്ന സമരങ്ങൾ ശ്രീ സണ്ണി എം കബിക്കാട് അതിലൊരു അക്രമത്തിന്റെ ഒരു ഛായയുള്ള സമരമാണോ? അക്രമ സമരമായിട്ട് അതിനെ കാണുന്നുണ്ടോ? കാരണം ഇപ്പോൾ മന്ത്രിക്ക് നേരെ ശാരീരികമായി തന്നെ ആക്രമണം നടത്തുന്ന രൂപത്തിലാണ്, അത് അങ്ങനെ ആയേക്കുമായിരുന്നു, അതിനെ തടഞ്ഞത് കൊണ്ടാണ് എന്ന രൂപത്തിലുള്ള വ്യാഖ്യാനങ്ങൾ വരുന്നുണ്ട്. മന്ത്രിയെ തടയുക, കരിങ്കൊടി കാട്ടുക, മന്ത്രിയുടെ വസതിയിലേക്ക് പ്രതിഷേധിക്കുക, ഇതൊക്കെ എല്ലാ കാലത്തും നടക്കുന്ന സമരങ്ങളാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായി കഴിഞ്ഞ ദിവസങ്ങളിലെ സമരങ്ങളെ അങ്ങ് കാണുന്നുണ്ടോ? ഒരിക്കലുമില്ല. കേരളത്തിലെ പ്രതിപക്ഷം എല്ലാ കാലത്തും സമരം ചെയ്യുമ്പോൾ കാണിക്കാവുന്ന അക്രമങ്ങളൊക്കെ ഇതിനകത്തും കാണുന്നുള്ളൂ. അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഭീകരമായൊരു അതിക്രമം അവിടെ നടന്നതായിട്ട് ഇന്നലെ വരെ നടന്ന സമരത്തിൽ നമ്മൾ കണ്ടില്ല. അവിടെ പോലീസിൻ്റെ ബാരിക്കേഡ് തകർക്കാൻ ശ്രമിക്കുക, അവർ വെള്ളം ചീറ്റിക്കുക, ആൾക്കാർ വീഴുക, ഇതൊക്കെ അവിടെ നടക്കുന്നുള്ളൂ. മന്ത്രിയുടെ വീട്ടിലേക്ക് മാർച്ച് ചെയ്യുക. ഇത് ഞാൻ തിരിച്ചു ചോദിക്കട്ടെ, കോൺഗ്രസ് ഭരിക്കുമ്പോഴാണ് ഇതുപോലൊരു സംഭവം നടക്കുന്നതെങ്കിൽ ഇപ്പോൾ മന്ത്രിക്ക് വേണ്ടി വാശി പിടിക്കുന്നവർ തെരുവിലിറങ്ങിയാലെന്നാണോ പറയുന്നത്? ഒരു തെരുവിലിറങ്ങും, അത് പ്രതിപക്ഷത്തിൻ്റെ ജോലിയാണ്, അവരത് ചെയ്യും. മന്ത്രിയെ ആക്രമിക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്നത് വ്യാജ്യമായൊരു കാര്യമാണ്. മാത്രവുമല്ല, ഇടതുപക്ഷത്തിന് അരുൺകുമാർ പറഞ്ഞതിൽ ഒരു ചെറിയ ഗുരുതരമായൊരു മിസ്റ്റേക്ക് ഉണ്ട്. അത് അരുൺകുമാർ മനസ്സിലാക്കണം. കേരളം ഒരു ജനാധിപത്യ ഗവൺമെന്റിനാൽ നിയന്ത്രിതമായൊരു സമൂഹമാണ്. കേരളത്തിലെ മന്ത്രിമാരെ ഞാനൊന്ന് പറഞ്ഞോട്ടെ സുഹൃത്തെ, നിങ്ങളെ ഞാൻ ശേഷം നിങ്ങൾ പറഞ്ഞോളൂ. ഞാൻ പറയുന്നത് അവരെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം സ്റ്റേറ്റിനാണ്, സ്റ്റേറ്റ് പോലീസിനാണ്. അതാണ് പോലീസ് ഇല്ലാതെ ഞങ്ങൾ സംരക്ഷിക്കുമെന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഞങ്ങൾ കേരളത്തിൽ നിയമം കയ്യിലെടുത്ത് പ്രവർത്തിക്കുമെന്നാണ്. ഇത് നിങ്ങൾ നിയമലംഘനം കാണിക്കുമെന്ന് അഡ്വാൻസായിട്ട് പറയുകയാണ് ചെയ്യുന്നത്. അങ്ങനെയല്ല വേണ്ടത്. യഥാർത്ഥ കേരളത്തിലെ പോലീസ് മന്ത്രി പിണറായി വിജയനാണ്. പിണറായി വിജയനോടാണ് നിങ്ങൾ പറയേണ്ടത് മന്ത്രി വീണയ്ക്ക് മതിയായ സംരക്ഷണം ഉറപ്പുവരുത്തണമെന്ന്. അതല്ലാതെ നാട്ടിൽ കാണുന്ന ഓരോ സംഘടനക്കാരും അവരുടെ മന്ത്രിമാരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ടായാൽ ഇതെന്ത് രാജ്യമാണിത്? ഇതൊരു ജനാധിപത്യ രാജ്യമല്ലേ? ഇവിടെ ഒരു നിയമവാഴ്ചയില്ലേ? അപ്പോൾ നമ്മൾ പറയുമ്പോൾ ശ്രദ്ധിച്ച് കാര്യങ്ങൾ പറയണം. നമ്മളിവിടെ ഇനി ആരെങ്കിലും തെരുവിലിറങ്ങിയാൽ ഞങ്ങൾ നേരിട്ട് തെരുവിൽ നമുക്ക് കാണാമെന്നൊക്കെ പറയുന്നത് ഈ പ്രസംഗിക്കുമ്പോഴൊക്കെ പറയുന്ന റെട്ടറിക്കായ വർത്തമാനമാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ അതിനപ്പുറത്തേക്ക് അങ്ങനെ ഒരു അനൗൺസ്മെന്റ് നമ്മൾ നടത്തുന്നതും, പക്ഷേ സമരങ്ങളെ നേരിട്ടുകൊണ്ട് ഇടപെട്ടുകൊണ്ട് പോലീസ് തടയും, പോലീസിന്റെ കയ്യിൽ നിന്ന് തന്നെ സമരക്കാരെ പിടിച്ചു വാങ്ങി ആക്രമിക്കുന്ന രീതിയൊക്കെ കോഴിക്കോട് കണ്ടതാണ്. കോഴിക്കോട് കഴിഞ്ഞ ദിവസം ഉണ്ടായ സമരത്തിലും അത് കണ്ടിട്ടുണ്ട്. അരുൺകുമാർ മറുപടി നൽകാം. ഇതിലൊരു വെല്ലുവിളിയുടെ ഭാഷയുണ്ട്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.